ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് പിന്നാലെ രേവതിക്കായിട്ടും വലിയൊരു ചതി ഒരുക്കാണ് കേട്ടോ. എന്നാൽ ഇതൊരു ചതിയാണ് എന്നറിയാതെ തന്നെയാണ് രേവതി അതിലേക്ക് വീഴുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ ചെമ്പനീർപ്പൂവിൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സച്ചിക്ക് ഒരു രീതിക്കും തന്നെ അരുണെ തൻ്റെ പെങ്ങളുടെ കെട്ടിയവനായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലേ. അരുണാണ് ദേവുവിൻ്റെ കാമുകൻ എന്നറിയുന്ന സമയത്ത് സച്ചിക്ക് ദേഷ്യം അടക്കാനാവാതെ തന്നെ ദേവുവിനോട്ടൊരു അക്ഷരമില്ല തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ശരിക്കും അരുൺ ഇത്രയും കാലം പറഞ്ഞിരുന്ന ഒരു റൗഡിയായിരുന്ന തൻ്റെ ഏട്ടനായിരുന്നു എന്നും തൻ്റെ ചേട്ടനെ മനഃപൂർവ്വം കള്ളനാക്കാൻ വേണ്ടി ശ്രമിച്ച പോലീസുകാരെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് ഇഷ്ടമല്ലാതിരുന്ന ഒരു വ്യക്തി എന്ന അരുണാണെന്നുള്ള കാര്യവും ദേവു അറിയുന്നത്. അത് ദേവുവിനൊരു ഭയങ്കര ഷോക്കാവുന്നുണ്ട്. അപ്പം അതിനുശേഷം ദേവു കാര്യങ്ങളെല്ലാം തന്നെ സത്യാവസ്ഥകൾ, അതായത് അരുണിൻ്റെ സ്വഭാവം എന്താണെന്നും അരുൺ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ തന്നെ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി മനസ്സിലാക്കിയിരിക്കുന്ന അരുൺ എന്ന് പറഞ്ഞ് ദുസ്വഭാവമുള്ളൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെയും സച്ചി ഒട്ടും തന്നെ ദേവുവിൻ്റെ അരുണിൻ്റെ ബന്ധത്തെ അംഗീകരിക്കുന്നില്ല അല്ലേ. എന്നാൽ ഒരു സഹോദരി എന്ന രീതിക്ക് തന്നെ രേവതിക്ക് നല്ല രീതിയിൽ തന്നെ ദേവുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെയും പരമാവധി സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടൊരു ഭാഗമാണ് സച്ചി ഒരു പുതിയൊരു കല്യാണാലോചനയുമായിട്ട് ദേവുവിൻ്റെ മുന്നിലേക്കായിട്ട് വരുന്നുണ്ടല്ലേ. ഈ ഒരു സമയത്ത് ദേവു അരുണെ അല്ലാതെ മറ്റാരെയും തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം പറയാതെ തന്നെ പറയുന്നുണ്ടെങ്കിലും സച്ചിക്ക് അതൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. സച്ചി ദേവുവിൻ്റെ മനസ്സ് മാറിയെന്നും ദേവു ഇനി ഒരു നല്ലൊരു ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് എന്ത് ചെയ്താലും സച്ചി അംഗീകരിക്കുകയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അരുൺ ദേവുവിനെ വിളിച്ചതിന് ശേഷം അത്യാവശ്യമായിട്ട് കാണണമെന്നും രേവതിയും കൂട്ടിക്കൊണ്ട് വരാനൊക്കെ ആയിട്ട് പറയാം കേട്ടോ. അങ്ങനെ ഇരുവരും അവിടെ ചെല്ലുന്ന സമയത്താണ് അരുൺ പറയുന്നത്, എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് അത് ഭയങ്കര ഷോക്കാണ്. എന്നാൽ ഈ ഒരു കാര്യം ഇപ്പോൾ അരുണും പറയേണ്ട, പതിയെ വീട്ടുകാരായി തന്നെ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഇതെല്ലാവരോടും സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ അരുൺ പറയുന്ന സമയത്ത് ദേവു അത് അംഗീകരിക്കണം. കാരണം ദേവുവിന് ഒരിക്കലും അരുണെ മറക്കാനാവുകയില്ല അല്ലെ. എന്നാൽ നമ്മുടെ രേവതിയുടെ അവസ്ഥ വളരെ ദയനീയമാവുകയാണ്. ഈ ഒരു കാര്യം സച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കല്യാണത്തിന് സച്ചി സമ്മതിക്കുകയില്ല. എന്നാൽ ഇതുവരെ സച്ചിനോട് താൻ ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, ഇത് ഒരു കാര്യം പോലും സച്ചിയുടെ മറിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രേവതിക്ക് ഇതിൽ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അരുണിൻ്റെയും ദേവുവിൻ്റെയും മാത്രമല്ല അരുണിൻ്റെ അമ്മ മറ്റൊരു വിവാഹം അരുൺ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് രേവതി മനസ്സിലോടുകൂടി തന്നെ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരുണായി തന്നെ ഒരു പ്ലാനിലേക്കായിട്ട് രേവതി മനഃപൂർവ്വം തന്നെ ചാടുന്നുണ്ട്. പിന്നീട് സച്ചി ഇത് അറിയുന്ന നേരത്തുള്ള അവസ്ഥ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.